ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു 0. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഡെസിമൽ നമ്പേഴ്സിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതണം, വെയർ ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ 0.6 ബാർ എങ്ങനെ എഴുതിയാൽ എന്താണ് അതിൻ്റെ മീനിങ്? 0.666 അങ്ങനെ 6 അവസാനിക്കാതെ അങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ് ഈക്വൽസ് ടു 0.666 അങ്ങനെ എഴുതാം. എന്നിട്ട് രണ്ട് സൈഡിലും 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു നമ്പറാണ് ഇവിടെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 10 മൾട്ടിപ്ലൈ ചെയ്യാം. 10x ഈക്വൽസ് ടു 0.666 ഇൻറ്റു 10. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടുന്നത്? 10x ഈക്വൽസ് ടു 6.666. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 0.666 എന്നത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും എടുക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 10x മൈനസ് എക്സ് ഈക്വൽസ് ടു 6.666 മൈനസ് 0.666. 10x മൈനസ് എക്സ് 9x ആണ്. 6.666 മൈനസ് 0.666 ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 മൈനസ് 6 0, 6 മൈനസ് 6 0, 6 മൈനസ് 6 0, 6 മൈനസ് 0 6. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കാം നമുക്ക്. 9x ഈക്വൽസ് ടു 6.000, അതായത് 9x ഈക്വൽസ് ടു 6. x ഈക്വൽസ് ടു 6/9. 0.6നെയാണ് നമ്മൾ ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവന്നത്. ഇതിപ്പോൾ എന്ത് ഫോമിലാണുള്ളത്? പി ബൈ ക്യൂ എന്ന ഫോമിലാണ്. ഇവിടെ പി ഈക്വൽസ് ടു 6 ആൻഡ് ക്യൂ ഈക്വൽസ് ടു 9, വെയർ ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു 0. കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.47, 7ൻ്റെ മേലെയാണ് ബാർ ഉള്ളത്. എക്സ് ഈക്വൽസ് ടു 0.47 ആണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ എഴുതി കൊടുക്കാം? ഒരു ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും 10 മൾട്ടിപ്ലൈ ചെയ്യാം. 10x ഈക്വൽസ് ടു 0.4777 ഇൻറ്റു 10 ഈക്വൽസ് ടു 4.777 ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് 10x ഈക്വൽസ് ടു 4.77 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 ആക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാം. അപ്പോൾ എന്താണ്? 10x മൈനസ് എക്സ് ഈക്വൽസ് ടു 4.777 മൈനസ് 0.4777. ഇത് ചെയ്ത് നോക്കാം നമുക്ക്. 4.777 മൈനസ് 0.477, 7 minus 7 0, 7 minus 7 0, 7 minus 4 3, 4 minus 0 4, 4.300. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 10x മൈനസ് എക്സ് 9x ആണ്, ഈക്വൽസ് ടു 4.3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 9x ഈക്വൽസ് ടു 4.3. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 4.3/9 എന്ന് പറയാം. ഇതിന് തന്നെ നമുക്ക് ഈ ഡെസിമൽ മാറ്റാനായിട്ട് ഇൻറ്റു 10 ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് 43/90 എന്ന് കിട്ടും. ഇത് പി ബൈ ക്യൂ ഫോമിലാണല്ലോ, വെയർ പി ഈക്വൽസ് ടു 43 ആൻഡ് ക്യൂ ഈക്വൽസ് ടു 90. ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു 0. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.001 001 എന്നെഴുതിയതിൻ്റെ മേലെയാണ് ബാർ ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽസ് ടു 0.001 അങ്ങനെയാണ് അല്ലേ. കാരണം ഈ 3 ഡിജിറ്റ്സും റിപ്പീറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ മേലെ ബാർ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ 3 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ആവുന്നത്, അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
x into 1000, 1000 x equals to 0.001001 into 1000 എന്ന് പറയുമ്പോൾ 1.001001 അങ്ങനെ ആയിരിക്കും. അതായത് 3 ഡിജിറ്റ്സ് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ 2-വിൽ നിന്നും ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1000x മൈനസ് എക്സ് ഈക്വൽസ് ടു 1.001001 മൈനസ് 0.001001. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 1.001001 മൈനസ് 0.001001. 1 minus 1 0, 0 minus 0 0, 0 minus 0 0, 1 minus 1 0 0 0, 1 minus 0 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 999x ഈക്വൽസ് ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x ഈക്വൽസ് ടു 1/999 ആണ്. ഇതിപ്പോൾ എന്ത് ഫോമിലാണ് ഉള്ളത്? P/Q എന്ന ഫോം തന്നെയാണ് അല്ലേ. ഇവിടുത്തെ P 1 ആണ്, Q 999 ആണ്. വേർ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0. മനസ്സിലായല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം കാണണം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കാണണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.